ഋഷിശ്രേഷ്ഠനായ മൃഗണ്ഡുവും പത്നി മനസ്വിനിയും വലിയ ശിവഭക്തരായിരുന്നു. കുട്ടികളില്ലാതിരുന്ന അവർ ദുഃഖത്താൽ വശം കെട്ട് സന്താന ലബ്ധിക്കായി മഹാദേവനെ തപസ്സനുഷ്ഠിച്ചു. കഠിന തപസ്സിന് ശേഷം പ്രത്യക്ഷപ്പെട്ട ശിവൻ അവരോട് വരമായി 16 വയസ്സുവരെ മാത്രം ജീവിക്കുന്ന അതിസമർത്ഥനും പണ്ഡിതനുമായ പുത്രന് വേണോ, അതോ ദീർഘകാലം ജീവിക്കുന്ന അസന്മാർഗിയും ബുദ്ധിശൂന്യനുമായ പുത്രന് വേണോ എന്ന് ചോദിച്ചു. തെല്ലും ശങ്ക കൂടാതെ മൃഗണ്ഡു മഹർഷി 16 വയസ്സുവരെ ജീവിക്കുന്ന മിടുക്കനായ പുത്രനെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ജനിച്ച കുട്ടിയായിരുന്നു മാർക്കണ്ഡേയൻ. അവൻ ചെറുപ്രായത്തിൽ തന്നെ എല്ലാ വിദ്യകളും നേടി പണ്ഡിതനായി തീർന്നു. അങ്ങനെയിരിക്കെ 16 വയസ്സിനോടടുത്ത മാർക്കണ്ഡേയനോട് വിഷണരായിരിക്കുന്ന മാതാപിതാക്കൾ അവന്റെ ജന്മരഹസ്യം വിസ്തരിച്ചു കൊടുത്തു. മാതാപിതാക്കളുടെ സങ്കടം ദർശിച്ച ആ പുത്രൻ തന്റെ ജീവരക്ഷയ്ക്കായി ഒരു പുഴക്കരയിൽ ചെന്ന് ശിവലിംഗത്തിൽ പൂജിക്കാൻ തുടങ്ങി. അങ്ങനെ മാർക്കണ്ഡേയന് 16 വയസ്സ് തികയുന്ന ദിവസം യമധർമ്മൻ അവിടെ എത്തി. യമധർമ്മന്റെ അതിഭീകര രൂപം ദർശിച്ച മാർക്കണ്ഡേയൻ ഭയത്താൽ ശിവലിംഗത്തെ ആലിംഗനം ചെയ്തു. സ്വന്തം ശക്തിയിൽ അഹങ്കരിച്ച യമധർമ്മൻ ആർക്കും മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള കയർ അവന് നേരെ എറിഞ്ഞു. എന്നാൽ കുരുക്ക് മാർക്കണ്ഡേയനെയും ഒപ്പം ശിവലിംഗത്തെയും ചുറ്റിവരിഞ്ഞു. കുപിതനായ മഹാദേവൻ ശിവലിംഗത്തിൽ നിന്നും പ്രത്യക്ഷനായി മാർക്കണ്ഡേയനെ വെറുതെ വിടാൻ ആജ്ഞാപിച്ചു. എന്നാൽ തനിക്ക് തന്റെ ധർമ്മം ചെയ്തേ മതിയാവൂ എന്നറിയിച്ച യമധർമ്മനെ മറ്റൊരു മാർഗവും ഇല്ലാത്തതിനാൽ ശിവൻ ഉന്മൂലനം ചെയ്തുവെന്നും മാർക്കണ്ഡേയൻ അമരത്വം വരമായി നൽകിയെന്നും വിശ്വസിക്കപ്പെടുന്നു. യമന്റെ അന്തകനായി മാറിയ ശിവൻ കാലാന്തകൻ എന്നും അറിയപ്പെട്ടു.